ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. മാഷാ അല്ലാ ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പൊറോട്ട ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ. പക്ഷേ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഞാനിത് 11 രീതിയിൽ സിമ്പിളായിട്ട് പൊറോട്ട ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്ത് കളയാതെ അടിച്ച് കളയാതെയും നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ കാണുക. എന്നാൽ മാത്രമേ നിങ്ങൾക്കിത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു കിലോളം മൈദ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. ഉപ്പിൻ്റെ അളവിൽ തന്നെ നമുക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു തുള്ളി സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്യണം. അപ്പം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള പഞ്ചസാരയും അതുപോലെ തന്നെ ഉപ്പും സോഡാപ്പൊടിയും എല്ലാ ഭാഗത്തേക്കും ആകുന്നത് പോലെ ഇനിയും മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം തൈരില്ലേ, അധികം പുളിയില്ലാത്ത തൈര്, അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനു മുമ്പ് ഞാൻ പൊറോട്ട ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ മുട്ടയും പാലും ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തത്. ഇത് ശരിക്കും തൈര് മാത്രമേ ഇതിനകത്തേക്ക് ചേർക്കണുള്ളൂ. എന്നിട്ട് നമ്മൾ 2 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം നമ്മൾ തൈര്, ഉപ്പ്, പഞ്ചസാര, കുറച്ച് സോഡാപ്പൊടി, പിന്നെ അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂണോളം നമ്മുടെ ഓയിലില്ലേ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടത് ചൂടുവെള്ളം ഉപയോഗിക്കരുത്, വെറുതെ പച്ചവെള്ളം നമുക്ക് ഉപയോഗിച്ചാൽ മതി കേട്ടോ. പൊറോട്ടയുടെ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് ഈ കുഴക്കലാണ് കേട്ടോ. അപ്പം നമ്മൾ ആ പാത്രത്തിൽ നിന്ന് മാറ്റി കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ നല്ലതുപോലെ വിരലൊക്കെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് നമുക്ക് കുഴച്ചെടുക്കണം. നല്ലതുപോലെ തന്നെ കുഴച്ചെടുക്കണം. മാക്സിമം ഒരു 10-15 മിനിറ്റോളം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഈ കുഴയിലാണ് നമ്മുടെ പൊറോട്ടയുടെ സോഫ്റ്റ്നെസ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നല്ലതുപോലെ കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മൾ തുണി അലക്കൂലേ, നമ്മൾ തുണി കയ്യിൽ പിടിച്ചിട്ട് തല്ലി അലക്കണത്, ആ രീതിയിൽ നമ്മൾ അടിച്ച് ഇതേപോലെ കുഴക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് കുഴച്ച് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഇതേപോലെ തിരുമ്മി കുഴക്കുക. മനസ്സിലാവണുണ്ടാവില്ലേ ഞാൻ പറയണത്? ഇതേപോലെ അടിച്ച് തിരുമ്മി കുഴക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. നല്ലപോലെ തന്നെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്കിതിനകത്തേക്ക് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കണം കേട്ടോ. പൊറോട്ട എത്ര സ്മൂത്തായിട്ട് നമ്മൾ കുഴച്ചെടുക്കുന്നോ അത്രക്കും ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കുഴച്ചെടുക്കുക. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് കുഴച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ആദ്യം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ പാത്രത്തിനകത്തേക്ക് പൊടി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കയ്യിൽ ഒരു ടേബിൾ സ്പൂൺ ഒരു സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ പുരട്ടി കൊടുക്കുക. ഓക്കെ, അതേപോലെ ഇങ്ങനെ പുരട്ടി കൊടുത്തിട്ട് നമുക്ക് ആ പാത്രത്തിനകത്ത് തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ മോൾ ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ ഓയിലാക്കിയേക്കണത്, കണ്ടില്ലേ? ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് അടച്ചിടാം. ഇപ്പോൾ ഇതെല്ലാ ഭാഗത്തേക്കും ഓയിലൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബോൾ പരുവത്തിൽ നന്നായിട്ട് കുഴഞ്ഞ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതേപോലെ അടച്ചിട്ട് നമുക്ക് 1 മണിക്കൂറോളം ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു മണിക്കൂർ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല കറക്റ്റ് പരുവത്തിൽ നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? ഈ മാവ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ പൊടി ഇപ്പോൾ എത്രത്തോളം സ്മൂത്തായിട്ടാണ് വന്നിട്ടുള്ളതെന്ന്. ഇനി നമുക്ക് വീണ്ടും ഇത് കൗണ്ടർ ടോപ്പിലേക്ക് ഇടാം കേട്ടോ. എന്നിട്ട് ഇതേപോലെ നല്ല സ്മൂത്തായിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ നമുക്ക് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ലതുപോലെ തന്നെ കുഴച്ചെടുക്കുക. അപ്പോൾ കുഴക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്കൊന്ന് ഭാഗം വെച്ചെടുക്കാം. 2-3 ഭാഗമായിട്ട് നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ? ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഈ പൊടി എടുത്തിട്ട് കുഴക്കുന്നതിന് പ്രത്യേകതയുണ്ട്. ഇതേപോലെ വലിച്ച് മുകളിലുള്ള പൊടി അകത്തേക്കാക്കി ഇട്ടിട്ട് നമ്മുടെ തള്ളവിരലിനും ചൂണ്ടുവിരലിനും ഇടയിലിട്ടിട്ട് ഇങ്ങനെ ഓരോ ഉരുളകളാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇനിയാണ് നമ്മുടെ പൊറോട്ടയുടെ 11 ഘട്ടം ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇനി നമ്മൾ ഓരോ ഉരുളയും എടുക്കുക. കുറച്ച് ഡാൽഡയും ഓയിലും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതാണ് ആ പാത്രത്തിലിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഓരോ ഉരുളയിലും നമ്മൾ കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക.
പരത്തണത്തിൽ ശ്രദ്ധിക്കുക. എത്രത്തോളം നമ്മൾ കനം കുറച്ച് പരത്തിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ കനം കുറച്ച് പരത്തിയെടുക്കുക കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ ഈ മാവ് നിങ്ങൾ കാണുന്നുണ്ടാവും ഈ പത്തിരി ഇപ്പോൾ എത്രത്തോളം കനം കുറഞ്ഞിട്ടാണ് ഞാൻ പരത്തിയെടുത്തിരിക്കുന്നതെന്ന്. അതേപോലെ നമ്മൾ പരത്തിയെടുക്കുക. കുറച്ച് ഓയിൽ തേച്ചിട്ട് നിങ്ങൾ പരത്തിയെടുത്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം തന്നെ പരത്തിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിതൊരു വലിയ ബോളാണ്, വലിയൊരു ഉണ്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് ജസ്റ്റ് ഇതേപോലെ ഇങ്ങനെ വലിച്ചെടുക്കുക. കണ്ടില്ലേ, ഈ വലിച്ചെടുക്കുമ്പോൾ തന്നെ ഇത് കയ്യിലിട്ടിട്ട് ഉരുട്ടി 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 ഇങ്ങനെ എടുക്കുക. കണ്ടോ, ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. കണ്ടോ, അപ്പോൾ എന്ത് ഈസി ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഇത് റെഡിയാക്കി എടുത്ത്, അതായത് പൊറോട്ടയുടെ ഒരു ഉരുള നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പോൾ ഇത് നമ്മൾ റെഡിയാക്കി ചുരുട്ടി എടുത്തിട്ടുണ്ട്. പൊറോട്ടയുടെ ഒരു ചുരുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതൊരു പ്രാവശ്യം കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. 11 ഉണ്ട്, അപ്പോൾ ലെങ്തി ആകും. ഈ ഒരു വീഡിയോ മാത്രം ഞാൻ 2 പ്രാവശ്യം കാണിക്കണുള്ളൂ. ബാക്കിയെല്ലാം ഓടിച്ചിട്ടാണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ഇതേപോലെ വലിച്ചെടുക്കുക. എന്നിട്ട് ഇങ്ങനെ ചുരുട്ടി എടുക്കുക കേട്ടോ. വേഗം തന്നെ അത് ചുരുട്ടി ഇങ്ങോട്ട് 2 വിരൽ ഉപയോഗിച്ചെടുക്കുക. എന്നിട്ട് ആ എൻഡ് വരുന്ന ഭാഗം ഉള്ളിലേക്കാക്കി പ്രസ് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ ഒരു ഫ്ലവർ ഷേപ്പിലാക്കുക. കുറച്ച് ഓയിൽ അതിന് മുകളിലൂടെ ഒന്ന് തടവി കൊടുക്കുക. ഓക്കെ, അതൊന്ന് കമഴ്ത്തിയിട്ടിട്ട് അതിൻ്റെ മുകളിലൂടെ ഒന്ന് തടവി കൊടുക്കുക. മാറ്റി വയ്ക്കുക. അപ്പം നമ്മുടെ ബോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി രണ്ടാമത്തതും കൂടെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഒരു ഉരുള കയ്യിലെടുക്കുക. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ പരത്തിയെടുക്കുക. ഇതേപോലെ തന്നെ റൗണ്ട് ഭാഗം കട്ട് ചെയ്യുക. ഇനി ഒരിത്തിരി വീതിക്ക് വെച്ചിട്ട് ഒരു 3, 4, 5 പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്യുക. എന്നിട്ട് അത് ഓരോന്നിൻ്റെ മുകളിൽ അടക്കി വയ്ക്കുക. എന്നിട്ട് ഒരു എൻഡ് ഭാഗത്തുനിന്ന് വലിച്ചിട്ട് നേരത്തെ നമ്മൾ ചുരുട്ടിയതുപോലെ തന്നെ ചുരുട്ടിയെടുക്കുക. ഞാൻ വേഗം കാണിച്ച് പോകുകയാണ് കേട്ടോ. ഇത് മുകളിൽ വെച്ചിട്ട് ഓരോന്നായിട്ട് വെക്കുക. താഴത്തുനിന്ന് നേരത്തെ എടുത്തതുപോലെ ചുരുട്ടിയെടുക്കുക. അപ്പോൾ 2ആയി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തേതിലേക്ക് കിടക്കാം കേട്ടോ. മൂന്നാമത്തെ ബോൾ എടുത്ത് നന്നായിട്ട് നമ്മളിതേപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് കുറച്ച് ഓയിലൂടി തേച്ച് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ കട്ട് ചെയ്യുന്നു. കണ്ടില്ലേ, ഇനി നമുക്ക് ഇതേപോലെ നൂൽ പൊറോട്ടയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നൂൽ പരുവത്തിൽ നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിസ്സ കട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ എൻ്റെ കയ്യിൽ പിസ്സ കട്ടർ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു കത്തി ഉപയോഗിച്ചിട്ടാണ് ഇതേപോലെ കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് ചെയ്തോളൂ. എത്രത്തോളം ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെറുതായിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് വരും. ഇത് നമ്മുടെ നൂൽ പൊറോട്ടയാണ്. അപ്പോൾ നമ്മൾ ഇത് മൊത്തം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതെല്ലാം കൂടി ഒരു സൈഡിലേക്ക് ഒന്ന് ഉരുട്ടിയെടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ നൂലായിട്ട് നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതേപോലെ തെറുത്തെടുക്കുക. കണ്ടോ, ഒരുമിച്ച് കൂട്ടി എടുക്കുക. ഇതൊക്കെ എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ്, ഈസിയാണ്. എല്ലാവരും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതേപോലെ ചുരുട്ടിയെടുത്തു. അതിനുശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൂടെ നമ്മളിതുപോലെ തേച്ച് കൊടുത്തു. ഓക്കെ, ഇനി നമ്മളുടെ ഈ 2 വിരൽ ഉപയോഗിച്ച് ഇതിനെ ഒന്ന് കറക്കി ഇങ്ങോട്ട് ചുറ്റിയെടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇത് എത്രത്തോളം ഈസിയാണെന്ന്. വീശി അടിക്കാതെ സിമ്പിളായിട്ട് നമ്മൾ ഇതും റെഡിയാക്കി എടുത്തില്ലേ. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് മുകളിലേക്ക് താഴത്തും മുകളിലുമായിട്ട് നമ്മൾ ഓയിൽ കുറച്ച് തേച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് നാലാമത്തത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അടുത്ത ബോൾ എടുത്തിട്ട് നല്ലതുപോലെ പരത്തി എണ്ണയൊക്കെ തേച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഇതുപോലെ ഒരു 4 പീസായിട്ട് കട്ട് ചെയ്യുക. നേരത്തെ നമ്മളൊരു 5-6 പീസ് കട്ട് ചെയ്തു. ഇതൊരു 4 പീസായിട്ട് കട്ട് ചെയ്തു. മുകളിൽ വെച്ചു, ഓരോന്നായിട്ട് അടക്കിയെടുത്തു. എന്നിട്ട് എൻ്റെ ഭാഗത്ത് പിടിച്ചു ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ച് നീട്ടുക. കണ്ടില്ലേ, ഇങ്ങനെ കുറച്ച് ഓയിൽ തേച്ചിട്ട് വലിച്ചൊന്ന് നീട്ടിയിട്ട് നമ്മളൊരു എൻഡ് എടുത്തിട്ട് ഒന്ന് കയറ് ചുരുട്ടുന്നത് പോലെ ജസ്റ്റ് ഇങ്ങനെ ചുരുട്ടിയെടുക്കുക. അതിനുശേഷം നമ്മൾ റൗണ്ട് ചെയ്ത് നമ്മുടെ വിരലിനുള്ളിലേക്ക് ചുറ്റിയെടുക്കുക. അപ്പോൾ നേരത്തതും ഇതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ല. നേരത്തെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വലിച്ച് ചുരുട്ടിയെടുത്തു. ഇത് നമ്മൾ വിരൽ കൊണ്ടൊന്ന് കയറ് ചുരുട്ടിയെടുക്കുന്നത് പോലെ ചുരുട്ടിയെടുത്തു. അതിനുശേഷം നമ്മൾ റൗണ്ട് ചെയ്തെടുത്തു, മാറ്റി വെച്ചു. ഓക്കെ, ഇനി നമുക്ക് 5ാമത്തേത് നോക്കാം. പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡ് ഭാഗത്ത് നിന്ന് എടുക്കുക. എന്നിട്ട് അതിനെ ജസ്റ്റ് കയ്യിൽ പിടിച്ച് ഇങ്ങനെ റോൾ ചെയ്ത് റൗണ്ട് ചെയ്തെടുക്കുക. കണ്ടില്ലേ, അപ്പം നമ്മൾ 5ാമത്തതും സിമ്പിളായിട്ട് നല്ല കുട്ടപ്പനായിട്ട് നമ്മൾ പൂ പോലെ ഷേപ്പിൽ
നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സാധാരണ പോലെ തന്നെ ഇതിനകത്ത് കുറച്ച് ഓയിലൊക്കെ താഴെയും മുകളിലുമായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. വീണ്ടും നമ്മൾ 6ാമത്തെ ബോൾ എടുത്തു, പരത്തുക, നല്ലപോലെ പരത്തുക. അപ്പോൾ ഈ പരത്തതിൽ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല നൈസായിട്ട് പരത്തണം, എന്നാലേ നമുക്ക് നല്ല സൂപ്പറായിട്ടുള്ള പൊറോട്ട എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നമുക്കൊരു പൊറോട്ട അടിച്ചെടുത്താലോ? അപ്പോൾ അതേ 6ാമത്തെ ഞാൻ അടിക്കേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഇതേപോലെ പിടിക്കുക. എൻ്റെ വിരലുകൾ എങ്ങനെയാണ് ഈ മാവിൽ പിടിച്ചേക്കണമെന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഓരോ ഭാഗവും ഇങ്ങനെ മാറി 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 ജസ്റ്റ് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗവും ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുക. കണ്ടില്ലേ, എല്ലാ ഭാഗത്തേക്കും കുറച്ച് എണ്ണ തേച്ചെടുക്കുക. ഒന്ന് വലിച്ച് പിടിച്ചിട്ട് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ 6ാമത്തത് നമ്മൾ സിമ്പിളായിട്ട് തന്നെ റോൾ ചെയ്തെടുത്തു. ജസ്റ്റ് വലിച്ചു പിടിക്കുക, എന്നിട്ട് നമ്മൾ സാധാ ചെയ്യുന്നത് പോലെ നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ 6ാമത്തതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 7ാമത്തെ ബോൾ എടുത്തിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ബോൾ എടുത്തു, അതിലേക്ക് എണ്ണ തേച്ചു, നല്ലതുപോലെ പരത്തിയെടുത്തു. വീണ്ടും അതിന് മുകളിൽ കുറച്ചുകൂടെ എണ്ണ തേച്ച് കൊടുത്തു. ഇനി നമ്മൾ സെൻറ്ററിൽ നിന്ന് താഴത്തേക്ക് ഒരു ലൈൻ ഇട്ട് കൊടുക്കുക, കത്തി ഉപയോഗിച്ചിട്ട്. കണ്ടില്ലേ? ഇനി ഇത് വലിയൊരു ബോളായതുകൊണ്ടിട്ട് മാവാണ് എടുത്തത് കൊണ്ടിട്ട് നമ്മളൊന്ന് സെൻറ്ററിൽ വെച്ച് വീണ്ടും ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ചെറുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ ചുരുട്ടിയെടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഈ സെൻറ്റർ ഭാഗത്ത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് വീണ്ടും നമ്മൾ വിരൽ ഉപയോഗിച്ച് ഒന്ന് ജസ്റ്റ് പൊടി വലിച്ച് നീട്ടിയതിന് ശേഷം ഇതേപോലെ വീണ്ടും റൗണ്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ വീണ്ടും 8ാമത്തതിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ അതേ കൗണ്ടർ ടോപ്പിൽ നമ്മൾ വീണ്ടും ബോളെടുത്തു, അതിന് മുകളിലേക്ക് എണ്ണ തേച്ചു, നന്നായിട്ട് പരത്തി. ഇനി ഇത് സ്പെഷ്യൽ പൊറോട്ടയാണ്. നമ്മൾ സ്പെഷ്യൽ SP പൊറോട്ട മേടിക്കാറില്ലേ, ആ ഒരു പൊറോട്ടയാണ് കേട്ടോ ഇത് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതിങ്ങനെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മടക്കി കൊടുക്കുക. ജസ്റ്റ് ഈ ഭാഗത്തുനിന്ന് പിന്നെയും വീണ്ടും മടക്കി കൊടുക്കുക. കണ്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ SP പൊറോട്ടയും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് വീണ്ടും താഴത്ത് മുകളിൽ കുറച്ച് ഓയിൽ തേച്ചിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മൾ 9ാമത്തെ ബോൾ എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി അത് എപ്പോഴും പറയുന്നത് പോലെ കുറച്ച് എണ്ണ തേക്കുക, നല്ലതുപോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കുക. വീണ്ടും നൈസായിട്ട് പരത്തിയതിന് മുകളിലേക്ക് എണ്ണ തേച്ച് കൊടുക്കുക. കണ്ടില്ലേ, എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ഇത്രയും 9 തരത്തിലുള്ളത് ചെയ്തതെന്ന്. ഇത് ശരിക്കും ഞാൻ പൊറോട്ടയില്ലേ, അതാണിത്. അപ്പോൾ നമ്മളിത് ത്രികോണ ഷേപ്പിലാണ് മടക്കിയെടുക്കുന്നത്. അങ്ങോട്ട് മടക്കുക, ഇങ്ങോട്ട് മടക്കുക. കണ്ടില്ലേ, ഇത്രയും വെച്ച് നമുക്ക് നിർത്തണമെന്നുണ്ടെങ്കിൽ നിർത്താം. അപ്പം ഞാൻ കുറച്ചും കൂടി ലെയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഞാനൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഓരോ ഫോൾഡിലും നമ്മളതിന് മുകളിൽ കുറച്ച് ഓയിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഓക്കെ, അതേപോലെ തേച്ച് കൊടുക്കുക. ഇനി വീണ്ടും നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ താഴത്ത് മുകളിൽ കുറച്ച് ഓയിലൂടെ തേച്ച് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മൾ വീണ്ടും 10ാമത്തത് എടുത്തിട്ട് 3 പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ചിട്ട്, ഒന്നിന് മുകളിൽ ഒന്നല്ല, സൈഡ് തിരിച്ച് വെക്കുന്നു. നമ്മൾ മുടി പിന്നി എടുക്കില്ലേ, ആ ഒരു രൂപത്തിൽ നമ്മളിതിനെ ഒന്ന് പിന്നി എടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ പിന്നി എടുക്കുക. വീണ്ടും ക്ലോസ് ചെയ്ത് വെക്കുക, വീണ്ടും ക്ലോസ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇതിപ്പോൾ ഈ രൂപത്തിലായിട്ടുണ്ട്. ഇനി ഒരു സൈഡ് പിടിച്ചിട്ട് കുറച്ച് എണ്ണ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ചുരുട്ടി വീണ്ടും എടുക്കുക. അപ്പോൾ നമ്മുടെ 10ാമത്തതും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഓക്കെ, ഇനി വീണ്ടും ഒരു ബോൾ വെച്ചു, അത് വീണ്ടും കുറച്ച് എണ്ണ തൊട്ട് തടവി. ഇനി ഒരു കോർണറിൽ നിന്ന് പിടിച്ചിട്ട് വലിക്കുക. എന്നിട്ട് കയറ് പിരിക്കില്ലേ, അതേപോലെ നമ്മൾ മറ്റേ കൈ കൊണ്ടൊന്ന് പിരിച്ചു കൊടുക്കുക. അതിനോടൊപ്പം തന്നെ 2 വിരൽ ഉപയോഗിച്ച് നമ്മളിതിനെ ചുരുട്ടിയെടുക്കുകയും ചെയ്യുക. കണ്ടില്ലേ, ഇതിപ്പോൾ എത്ര ഭംഗിയായിട്ടാണ് വന്നേക്കണമെന്ന്. വളരെ സിമ്പിളാണ്, വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ബോൾ എടുത്ത് നമ്മുടെ കൈയുടെ ഈ ഒരു ഭാഗം കൊണ്ട് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നീട് നിങ്ങൾ ഒരിക്കലും നമ്മുടെ കുഴൽ ഉപയോഗിച്ച് പരത്താൻ ശ്രമിക്കരുത്. കാരണം അത് പരന്ന് പോകും, അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായി പോകും, അത്ര സോഫ്റ്റ്നെസ് കിട്ടില്ല. അതുപോലെ തന്നെ ലെയറായിട്ട് കിട്ടാനും പണിയായിരിക്കും. പിന്നെ നമ്മൾ ഈ കൈ കൊണ്ട് ഇതുപോലെ തന്നെ ഇങ്ങനെ പരത്തി എടുത്താൽ മതിയാവും കേട്ടോ. പെട്ടെന്ന് തന്നെ പരത്തി എടുക്കാൻ വേണ്ടി പറ്റും, സിമ്പിളായിരിക്കും. ഇത് നമ്മൾ ഇതേപോലെ എടുക്കുക. കണ്ടില്ലേ, നന്നായിട്ട് ചൂടായിട്ട് കിടക്കുന്ന നമ്മുടെ പൊറോട്ട കല്ലിൽ അതിലേക്ക് ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ, ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് കിടക്കുന്ന പൊറോട്ട കല്ലാണ്. അപ്പോൾ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഓയിൽ ഡാൽഡ മിക്സ് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഫുള്ളായിട്ടുള്ള തീയിൽ തന്നെ വെച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഇത് കാണാൻ പറ്റും, ബബിൾസൊക്കെ വന്ന് ജസ്റ്റ് ഒന്ന് പൊങ്ങി വരുന്നത് കാണാൻ പറ്റും. ആ ഒരു സമയം വരെ നമ്മളിതിനെ ഒന്ന് വെയിറ്റ് ചെയ്യുക.
ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നീക്കി കൊടുക്കുക, മറിച്ചിട്ട് കൊടുത്തു, കണ്ടില്ലേ. ഇനി നമ്മൾ സിമ്മിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഓയിലും കൂടെ കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെയൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതിനെ ഒന്ന് വേകാനായിട്ട് സമയം കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ തീ ചെറുതായിട്ടാണ് ഇട്ടേക്കുന്നത്, അതിൻ്റെ അർത്ഥം അതിൻ്റെ ഉള്ളത് നന്നായിട്ട് വേകണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് തീ കുറച്ചിട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതേ കണ്ടില്ലേ, നല്ല പോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഒരു ഭാഗം. അപ്പോൾ ബാക്കിയുള്ള ഭാഗം കൂടി നമ്മളിതുപോലെ ഇട്ടിട്ട് ഒന്ന് ചെറിയ തീയിൽ തന്നെ ഇതൊന്ന് വേകാൻ അനുവദിക്കുക. അതിനുശേഷം കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുക്കുക. അതിനുശേഷം കുറച്ച് തീ കൂട്ടി വെച്ചോളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടും. കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ പൊറോട്ട നല്ല സുന്ദരി പൊറോട്ടയായിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതിപ്പോൾ എത്രത്തോളം ഭംഗിയായിരുന്നു മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ലെയർ പൊറോട്ട ഇട്ടിട്ടുണ്ട്, അതായത് നമ്മുടെ SP പൊറോട്ട. എല്ലാം ഞാൻ ചുട്ട് കാണിക്കുന്നില്ല. അപ്പോൾ SP പൊറോട്ട ഞാൻ ഇട്ടിട്ടുണ്ട്. അതും നമുക്ക് ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഓരോ ലെയറും ഓരോന്നായിട്ട് വിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും. കണ്ടില്ല, ഇപ്പം തന്നെ ഇതിനകത്തുനിന്ന് ലെയറുകളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ട, 1 2 പല ഭാഗത്തു നിന്നായിട്ട് ഇത് വിട്ട് വരുന്നുണ്ട്. കണ്ടില്ലേ, എന്ത് നല്ല സ്മൂത്തായിട്ടുള്ള പൊറോട്ടയാണ് ഇതിന്ന്. ഇനി നമുക്ക് ഇത് റെഡി ആയിട്ടുണ്ട്, ഇത് മാറ്റി വയ്ക്കാം. ഇനി പൊറോട്ട അടിക്കുന്നതിലൊരു സ്പെഷ്യൽ കൂടി ഉണ്ട് കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പൊറോട്ട ചുറ്റിട്ട് ഒരു 3 4 5 ഒക്കെ ആയി കഴിയുമ്പോൾ, 2ൽ കൂടുതലാവാൻ ശ്രദ്ധിക്കുക. ഇതേപോലെ ആയി കഴിയുമ്പോൾ ഒരുമിച്ച് വെക്കുക. ആ ചൂടോടുകൂടി തന്നെ ഇതേപോലെ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ലെയർ ഒന്നൊന്നായിട്ട് നമുക്ക് വിട്ട് കിട്ടും. കണ്ടോ, സൂപ്പറായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള നമ്മുടെ SP പൊറോട്ട, നൂൽ പൊറോട്ട, ലെയർ പൊറോട്ട, 11 സൈസ് പൊറോട്ടകളും റെഡി ആയിട്ടുണ്ട്. എന്ത് ലെയറായിട്ടും എന്ത് സൂപ്പറായിട്ടാണ് വന്നിട്ടുള്ളതെന്ന് നോക്കൂ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസായിട്ട് വരാം. അതുവരെ എൻ്റെ കൂട്ടുകാരെല്ലാവരും സന്തോഷത്തോടും സുഖത്തോടും സമാധാനത്തോടും കൂടിയിരിക്കാൻ പ്രാർത്ഥിക്കാം കേട്ടോ.